ലെബനനിൽ പേജറുകളുടെ ഒരു കൂട്ടാക്രമണം നടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇസ്രായേലാണ് അതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. എന്താണ് സാറിൻ്റെ അതിൻ്റെ വിശദീകരണം? അതിൽ സംശയമൊന്നുമില്ല ഇസ്രായേൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ കേട്ടുകേൾവിയില്ല. ഇത് സാധാരണഗതിയിൽ ഈ 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അമേരിക്ക കൊണ്ടുപോയി ബോംബിട്ടല്ലോ. ഭരണകൂട ഭീകരതയാണത്. വലിയ ജനാധിപത്യമൊക്കെ പറയുന്ന രാഷ്ട്രമാണ് എന്നാണ് അമേരിക്കയെ പറ്റിയൊക്കെ പറയുക. ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ വലിയ ഭരണകൂട ഭീകരതയാണ് ആ ചെയ്തത്. അതിനിപ്പോഴും അവിടെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരണങ്ങളുടെയൊക്കെ പ്രശ്നം. അത് എല്ലാ കൊല്ലവും നമ്മൾ ഓർക്കാറുണ്ട്. ഇത് ചെറിയ സ്ഫോടനങ്ങളാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രകമ്പനങ്ങളാണ് ഇപ്പോൾ ലോകമാകെ. ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആദ്യം ഇത് എല്ലാവരും ആലോചിച്ച പോലെയാണ് ഞാനും ആലോചിച്ചത്. ഓരോ പേജറിലും ഈ സ്ഫോടകം ഓടി നടന്ന് എങ്ങനെയാണ് വയ്ക്കുന്നത്? ഈ 2800 പേര് ആശുപത്രിയിലായെങ്കിൽ ഈ 2800 പേജറിലും ഹാക്ക് ചെയ്യുക, ഈ ഒന്നൊന്നായിട്ട് ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഹാക്കിംഗ് വിദഗ്ധരും ഒക്കെ വന്ന് പറയുന്നത് ഇത് സപ്ലൈ ചെയിനിലാണ് ഈ നുഴഞ്ഞുകയറ്റം നടന്നിരിക്കുന്നത്. പക്ഷേ കുറേയും കൂടി കറക്റ്റായിട്ട് ഇത് തായ്വാനിലാണ് ഇതിൻ്റെ ഫാക്ടറി. ഗോൾഡ് അപ്പോളോ എന്ന് പറഞ്ഞ പേജറാണ്. കാരണം പേജർ ഇപ്പോഴൊക്കെ വലിയ കമ്പനികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതിൻ്റെ കാലമൊക്കെ പോയി. എന്നാലും ഏറ്റവും കൂടുതൽ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നൊരു രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഈ കേരളം പോലത്തെ സ്ഥലം. പേജർ ഞാൻ 1994-95 ഉപയോഗിച്ചിട്ടുണ്ട്. BPLൻ്റെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറില്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് BPL നമ്പ്യാർ. ആ സമയത്ത് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരനൊന്നും ആയിട്ടല്ല, BPLൻ്റെ ഒരു മേധാവിയായിട്ട് സൗത്ത് പാർക്ക് ഹോട്ടലിൽ അദ്ദേഹം പത്രലേഖരെ ഒറ്റയ്ക്ക് വിളിച്ച് കാണുന്നൊരു സമയത്ത് ഞാൻ പോയി കണ്ടിരുന്നു, ഒരു PR ഏജൻസിയെ വെച്ചിട്ട്. അന്ന് ആദ്യം അവിടെ പേജർ വാങ്ങിച്ച ഒരാളാണെന്ന് പറഞ്ഞിട്ട് ചെറിയാൻ ഫിലിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഞാനാണത്. കാരണം ഒരു ആധുനിക സംഭവമാണല്ലോ ഇത്. ആ സമയത്ത് മൊബൈൽ വന്നിട്ടില്ല. അത് നമ്മൾ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ഫോട്ടോഗ്രാഫർമാർക്ക് എല്ലാവർക്കും പേജർ കൊടുക്കും. നിങ്ങൾ ഇപ്പോൾ അത് അവിടെ ഒരു സംഭവം ഉണ്ടായി അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്കധികം ഉപയോഗം അന്ന് അത് പേജർ കൊണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഗോൾഡ് അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ AP924 മോഡൽ വേറെ മോഡലുകളിലും ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമല്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇതിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ APL ഈ ഗോൾഡ് അപ്പോളോ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനി തായ്വാനിലാണ് ഇത് ചെയ്തത്, ആ കമ്പനിയുടെ ഫാക്ടറിയിലാണ് എന്നുള്ളത് അവർ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ കമ്പനികളൊന്നും ഇപ്പോൾ പേജർ അതും ഹിസ്ബുല്ലയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഏൽക്കാനൊക്കെ സാധ്യത കുറവാണ്. അതാണ് ഈ തായ്വാനിലെ ഗോൾഡ് അപ്പോളോ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അപ്പോളോ എന്നുള്ള ബ്രാൻഡിൽ, ആ പേരിൽ ഇത് ഉണ്ടാക്കിക്കോട്ടെ എന്ന് യൂറോപ്പിലൊരു നിർമ്മാതാവ് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്ഫോടകം വച്ചിരിക്കുന്ന ഗോൾഡ് അപ്പോളോ പേജറുകൾ യൂറോപ്പിൽ നിന്ന് പോയിട്ടുള്ളതാണെന്ന് തായ്വാനിലെ കമ്പനി പറയുന്നുണ്ട്. ആ യൂറോപ്യൻ രാജ്യം ഏതാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ദുരൂഹത കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരാൾ ഈ ഹിസ്ബുല്ലയ്ക്കുള്ളത് യൂറോപ്പിൽ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള സ്ഫോടകം വെച്ചിരിക്കാം. അതാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇത് ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പേ, കയറ്റി അയക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ അകത്ത് ഇതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. തായ്വാൻ കമ്പനി പറഞ്ഞിട്ടുണ്ട്, തായ്വാൻ കമ്പനിയെ നമുക്ക് മുഖവിലക്കെടുക്കാമെങ്കിൽ, അതോ ഇപ്പോൾ ഈ രാജ്യാന്തര തലത്തിൽ പ്രശ്നം ഉണ്ടാവും. തായ്വാൻ അമേരിക്കയോട് വളരെ ചേർന്ന് ഇണങ്ങിക്കഴിയുന്ന ഒരു സ്ഥലമാണ്. ചൈന വിരുദ്ധമാണ് അവരുടെ നയങ്ങളൊക്കെ. അമേരിക്കയാണ് സഹായിക്കുന്നത്, ഈ ചൈനയുടെ ഭീഷണിയിൽ നിന്നൊക്കെ കൂടുതലും സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വെറുതെ പറയുന്നതാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അവർ യൂറോപ്പിലൊരു കമ്പനിക്ക് അവകാശമുണ്ട്, അവരാണിത് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ തായ്വാൻ കമ്പനി.
അവരിത് ഉപയോഗിക്കാനായിട്ട് അവകാശം ചോദിച്ചിരുന്നു, അത് കൊടുത്തിരുന്നു. കുറച്ച് മാസങ്ങളായിട്ട് ഈ സ്ഫോടകം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കോഡഡ് മെസ്സേജ് കിട്ടിയിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇത് ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നും ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഒരു മെസ്സേജ് വരുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുക. ബാറ്ററിയോട് ചേർത്താണ് സ്ഫോടകം വെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ആകെ ഈ പേജറിൻ്റെ അകത്ത് ചെറിയ സ്ഫോടകങ്ങളാണല്ലോ ഇത്, എല്ലാത്തിലും കൂടി ആകെ 3 ഗ്രാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ബെയ്റൂട്ടിന് തെക്ക് ബക്ക താഴ്വരയിൽ, അത് ഈ ഹിസ്ബുള്ള കേന്ദ്രമാണ്, ആ കേന്ദ്രത്തിലാണ് ഈ പേജറുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് പേജറുകളാക്കിയത് തന്നെ ഇത് ആരും ട്രാക്ക് ചെയ്യരുത്. മൊബൈൽ ഫോണാണെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് സിസ്റ്റംസിനെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഹിസ്ബുള്ള പേജറുകൾ എടുത്തത്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇസ്രയേൽ അവർ എല്ലാ കാലത്തും മൊസാദ് ഈ ബുദ്ധി കാണിച്ചിട്ടുണ്ട്, എങ്ങനെയായാലും ഈ ശത്രുവിനെ നശിപ്പിക്കാനും ഉന്മൂലനം. പക്ഷേ ഈ വാർഫെയർ, ഈ യുദ്ധം വളരെ അത്യാധുനികമായിപ്പോയി. ഇങ്ങനെ ആളുകളെ നശിപ്പിച്ച് കളയാൻ, കെട്ടിടങ്ങൾക്കൊന്നും പരിക്കൊന്നുമില്ലല്ലോ, വ്യക്തികളെ മാത്രം ബാധിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു സ്ഥാനപതിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനങ്ങളിൽ ചെന്നെത്തുന്നത്. ഉൽപ്പാദനം നടക്കുമ്പോൾ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസോ മറ്റോ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു. അതിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരുന്ന സ്ഫോടകത്തിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു മെസ്സേജ്, അതാണ് ആ കോഡഡ് മെസ്സേജായിട്ട് അയച്ചിരിക്കുന്നത്. അത് ഹിസ്ബുള്ളയിൽ നിന്നുള്ളൊരു സാധാരണ മെസ്സേജ് എന്നുള്ള മട്ടിലാണ്, അതിൻ്റെ അകത്ത് വേറെ സംഗതികളൊന്നും ഇല്ല. ഈ അമോസ് യാദീൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിൻ്റെ പഴയ പട്ടാള ചാരമേധാവി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്തരം ശേഷി മുൻപും തെളിയിച്ചിട്ടുണ്ട്, ഇത് ആ ശേഷി സാക്ഷ്യപ്പെടുത്തുന്നൊരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജൊനാഥൻ പാനിക്കോഫ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ മുൻ ഈ ദേശീയ ഇൻ്റലിജൻസ് ഓഫീസർ, മിഡിൽ ഈസ്റ്റിൽ ഇൻ്റലിജൻസ് ഓഫീസറായിരുന്ന ആൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ഇതൊരു വേക്കപ്പ് കോളാണ്. അവർ ജാഗ്രതയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് അവർക്ക് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കൾ ഇനി പെടും എന്നുള്ളതാണ്. ഇസ്രയേൽ നേതാക്കളെ പേടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേതാക്കളെ മുഴുവൻ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള അങ്ങേര് സെൽഫോണുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് പ്രവർത്തകരോട് നിർദ്ദേശിച്ചിരുന്നു, മുന്നറിയിപ്പ്. അതിൻ്റെ അകത്ത് ഇസ്രയേലിൻ്റെ സ്പൈവെയർ ഉണ്ടാവും, അതുകൊണ്ട് പേജർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പേജറിലേക്ക് ചെന്നിപ്പോൾ പെട്ടുകിടക്കുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയ്ക്ക് ഈ പേജർ കൊടുത്ത യൂറോപ്യൻ രാജ്യമാണെന്നല്ലോ പറയുന്നത്. അപ്പോൾ ആ യൂറോപ്യൻ രാജ്യവും ഇസ്രായേലുമായിട്ട് കടുത്ത അന്തർധാര ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കില്ലേ ഇവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റും? ഒരു സംശയമില്ല. ഒന്നാമത് തായ്വാനിലല്ല ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. തായ്വാൻ കമ്പനി ഇതുണ്ടാക്കിയ ഗോൾഡ് ആപ്പിൾ കമ്പനി പറയുന്നത് ഞങ്ങളുടെ ഇന്ന് ഇത് അവകാശം യൂറോപ്പിലൊരു കമ്പനി വാങ്ങിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ യൂറോപ്യൻ കമ്പനിക്ക് വലിയ തുക ഇസ്രയേൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് കൊടുക്കാനുള്ള ഏർപ്പാടുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കമ്പനി ഡബിൾ ഏജൻറ്റ് ആയിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് പൈസ മേടിച്ചു പേജർ, അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് സ്ഫോടകം വയ്ക്കാനായിട്ട് ഇസ്രയേലിൻ്റെ പൈസ മേടിച്ചു എന്നുള്ളത് വേണം. ആ ഭാഗം കറക്റ്റ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിലൊക്കെ ആയിരിക്കും ഇത് നമ്മൾ കാണുക. കാരണം 2018 പുസ്തകമുണ്ട്, റൈസ് ആൻഡ് കിൽ ഫസ്റ്റ്, മുമ്പ് ഞാൻ പരാമർശിച്ചിട്ടുള്ളൊരു ബുക്കാണ്. അതിൻ്റെ അകത്ത് ഇവർ മുമ്പും ഇസ്രയേലി മലീഷ്യസ് കോഡ് കൊണ്ട് ഈ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സ്പൈവെയർ എന്ന് പറയില്ല, ഒരു മലീഷ്യസ് കോഡ്. ഇതിൻ്റെ അകത്ത് മലീഷ്യസ് കോഡ് അല്ലായിരുന്നു, സാധാരണ ഹിസ്ബുള്ള നേതാവിൽ നിന്ന് വരുന്ന പോലത്തെ ഒരു കോഡ്. അതാണല്ലോ, അങ്ങനത്തെ സന്ദേശങ്ങളാണല്ലോ ഇവരൊക്കെ നോക്കുന്നത്. നേതാവിൻ്റെ സന്ദേശം നോക്കാനുള്ള പേജർ മാത്രമാണ്, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ ഒരുപാട് ചാറ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ ആ
അവസ്ഥയിലാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ഉറപ്പുള്ള കാര്യം തായ്വാനിലെ ഒരു കമ്പനിയുടെ പേജറാണ് എന്നുള്ളതാണ്. അവരിൽ നിന്ന് കിട്ടുന്ന വിവരം ഇത് യൂറോപ്പിലെ ഒരു കമ്പനിക്ക് നമ്മൾ കൊടുത്തിരുന്നു എന്നാണ്. അത് അധികം താമസിയാതെ അതേത് രാജ്യമാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തമായി കിട്ടും. അപ്പോൾ ഈ യൂറോപ്പിലെ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളും ഉണ്ട്. ഹംഗറിയിൽ ബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ പേജർ കൊടുത്തത്. അതെ, ഈ തായ്വാൻ കമ്പനിയിൽ നിന്ന് ഈ അവകാശം എടുത്തത്. ഈ ബ്രാൻഡ് ഞങ്ങൾ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ ഹംഗറിയാണ് കൂടെ നിന്നിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഇവരെ ആക്രമിക്കും എന്നുള്ളതെല്ലാം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിലൂടെ പോകുമ്പം സാധാരണ ജനങ്ങളെയൊന്നും ബാധിക്കാതെ അവരുദ്ദേശിച്ച ആളിനെ മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആക്രമണമായിട്ട് കരുതാം. അങ്ങനെ ചെയ്യാം. ഇത് എന്തായാലും അവർ ഈ മൊസാദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലതൊക്കെ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. ബന്ദികളെ കൊണ്ടുവരുന്നത് അല്ലാതെ സിറിയയിലെ ഈ ആണവ നിലയങ്ങൾ, ഇറാൻ്റെ ഒരു ആണവ നിലയങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിൽ സബ്സിഡിയറി സിറിയയിലൊക്കെ പണിയുന്നുണ്ടായിരുന്നു. അതുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അവർ. ഈ ശത്രുക്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിലംപരിശാകാറുണ്ട്. ഇന്ത്യയെ പോലെ ഈ നോക്കി നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. മ്യൂണിക്കിലാണെങ്കിൽ 11 അത്ലറ്റുകളെ മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ സമയത്ത് കൊന്നിരുന്നു. ആ കൃത്യം നിർവഹിച്ച ഓരോ ആളെ പിന്തുടർന്ന് പല കാലങ്ങളിലായിട്ട് ഇസ്രയേൽ കൊല്ലുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മൊസാദ് അങ്ങനത്തെ ഓപ്പറേഷൻസ് നടക്കും. അപ്പോൾ അത്യാവശ്യം ഈ ഹംഗറി ആ റൂട്ടൊക്കെ ഇപ്പോൾ അത്യാവശ്യം വ്യക്തമാണ്.